ഇവൻ നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല. ഇവനെ അണ്ണ നോക്കിക്കോളും. അണ്ണാ, എന്താടാ? വിരുഭായിക്ക് ഇഷ്ടപ്പെട്ട ആ പെണ്ണ് വരുന്നുണ്ട്. എവിടെ? ദേ അങ്ങോട്ട് നോക്കിയേ. ഞാൻ സ്നേഹിച്ച ആരാന്നറിയോ? എന്റെ അണ്ണന് ഇഷ്ടപ്പെട്ട പെണ്ണിയാടാ. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. എന്റെ അണ്ണൻ ഈ മാറ്റർ എങ്ങനെ പറഞ്ഞാ അനിയനാണെന്നും പിന്നെ നോക്കില്ല, കൊന്നു കളയടോ എന്നെ. എങ്ങനെ അറിയാനാ? ഐ മീൻ, അവളുടെ കാര്യം നീ പറഞ്ഞില്ലെങ്കിൽ പിന്നെ നിന്റെ അണ്ണൻ എങ്ങനെ അറിയാനാ? എന്തായാലും കുറച്ച് ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യ്. ഞാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ നോക്കട്ടെ. ഫ്രണ്ട് എന്ന് പറഞ്ഞ എങ്ങനെ വേണോടാ? താങ്ക്സ്. ഹലോ അണ്ണാ, ദേവയുടെ ഫ്രണ്ടാ ഞാൻ. അതാര്? അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ കാര്യം പറഞ്ഞെന്ന് ഞാൻ ഫോൺ ചെയ്തില്ലേ? ആ പറയേ. ആ പെണ്ണിനെ കാണിച്ചു കൊടുത്തപ്പോ നിങ്ങളുടെ അനിയൻ കയറി കൊത്തി അണ്ണാ. നീ ആരെ കുറിച്ചാ സംസാരിക്കുന്ന അറിയോ നിനക്ക്? നിങ്ങളത് വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. ഫോൺ വെക്കേ, ഫോട്ടോ ഞാൻ സെൻഡ് ചെയ്യാം. ദേവിയുടെ ഫ്രണ്ട് ഫോൺ ചെയ്തിരുന്നില്ലേ നിനക്ക്, അവളെ കിട്ടിയെന്നും പറഞ്ഞ്? അണ്ണാ, അത് ഫേക്ക് ആയിരുന്നണ്ണ. ആ പെണ്ണല്ലായിരുന്നത്. ആ കാര്യം ഞാൻ ഏറ്റു. ശരിയണ്ണ. അണ്ണൻ എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. എന്നെ കൊല്ലൂ. പേടിച്ചിട്ടിങ്ങനെ എല്ലാം കൂടി വലിച്ചു കയറ്റിക്കൊണ്ടിരുന്ന നിന്റെ പ്രോബ്ലം സോൾവ് ആവോ? നിനക്കെന്തറിയാം എന്റെ അണ്ണനെ കുറിച്ച്? നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നീ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യും? എന്തിയോടാ നീ? എന്നെ തട്ടിക്കളഞ്ഞാണ്. എന്താ? എത്ര നാളാ ഞാൻ വീരുബായുടെ അനിയനാണെന്ന് പറഞ്ഞിങ്ങനെ ജീവിക്കുക. അയാളെ പേടിച്ച പെണ്ണിനെ ഉപേക്ഷിക്കാമെന്ന് വെച്ചാ എന്നെ സ്നേഹിച്ച പെണ്ണിനിൽ നിന്ന് പോയെന്ന് വരും. അയാളുടെ ശല്യം ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്ക് 2 പ്രയോജനങ്ങളുണ്ട്. അതിലൊന്ന് എൻ്റെ ദിൽ കി ധഡ്കൻ മേരി ജാൻ, മറ്റൊന്ന് വീരുഭായിയുടെ പൊസിഷൻ. അണ്ണാ, നീ പറഞ്ഞ സൗഭാഗ്യങ്ങളെല്ലാം ഇനി എനിക്കാടാ. എനിക്ക് തെറ്റുപറ്റിപ്പോയി. എന്നോട് ക്ഷമിക്കണ്ട. ക്ഷമിക്കാനോ? നിനക്ക് ആ പെണ്ണിനെ ഇഷ്ടമായിരുന്നെന്ന് എന്നോട് ഒരിക്കലെങ്കിലും നീ പറഞ്ഞിരുന്നെങ്കിൽ ആരെതിർത്താലും അവളെ ഞാൻ നിനക്ക് കൊണ്ടുതരുമായിരുന്നു. നിന്റെ ഒരാഗ്രഹത്തിന് പോലും എതിരെ നിന്നിട്ടില്ലാത്ത എന്നെ നിനക്ക് കൊല്ലണമല്ല. ഒരിക്കലെങ്കിലും നിനക്ക് എന്നെ കൊല്ലണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ആഗ്രഹം നടക്കില്ലടാ. അതിനേക്കാളൊക്കെ വളരെ നല്ലത് നീ ചാവുന്നതാ. ഒന്നും ചെയ്യില്ല അണ്ണാ. ഭായ്, ഇവനെ അങ്ങ് തട്ടിക്കളഞ്ഞേക്ക്. അണ്ണാ, എന്നോട് ക്ഷമിക്കണ്ട. അണ്ണാ, വേണ്ട, എന്നോട് ക്ഷമിക്കണ്ട അണ്ണാ. ജോണി, ക്യാ ഭായ്? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എൻ്റെ അനിയൻ ചിലപ്പോൾ ജീവന് വേണ്ടി നിന്നോട് യാചിച്ചെന്നിരിക്കും. അവനെ ഇനി ആരും ഒരിക്കലും കാണരുത്. നിങ്ങളുടെ ഫോണെല്ലാം ഓഫ് ചെയ്തേക്കണം. എവിടെയെങ്കിലും ദൂരെ മാറി ഒരിടത്തേക്ക് കൊണ്ടുപോയിക്കോ. ഓക്കെ ഭായ്.
ദേവയുടെ ഫ്രണ്ടാ ഞാൻ. അതേ, നിങ്ങളുടെ അനിയൻ നിങ്ങളെ ചതിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ? എന്താ ഇപ്പോ? ഇനിയും നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ദേവയുടെ ആളാണെന്നും ദേവയുടെ ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞ് ദേവയെ തന്നെ കൊന്നുകളഞ്ഞവനാ ഞാൻ. സത്യ ദേവയെ ആളില്ലാത്തടത്ത് വിളിച്ചു വരുത്തിയതും ഇൻസ്പെക്ടറെ മാളിലെത്തിച്ചതും നീ സ്നേഹിച്ച പെണ്ണിനെ നിന്റെ അനിയനെ കൊണ്ട് പ്രേമിപ്പിച്ചതുമെല്ലാം ഈ ഞാനാ. അവൻ നിന്നെ കൊല്ലാൻ തീരുമാനിച്ചതും ഞാൻ കാരണം. അവൻ ഇന്ന് നിന്നെ കൊല്ലാൻ വരുമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നില്ലേ? ഞാൻ വിരിച്ച കിണിയിൽ നീ വീഴുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നടാ. ഇപ്പൊ ഞാനല്ല അവനെ കൊല്ലാൻ പോകുന്നത്, നീ തന്നെ അവനെ കൊല്ലുന്നത്. പറ്റുമെങ്കിൽ പോയി രക്ഷിക്കാൻ നോക്ക്. അജയ്, 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 അജയ്. നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മുടെ കൺമുൻപിൽ വെച്ച് നമ്മളെ വിട്ടുപിരിയുമ്പോൾ അവരെ ഒന്ന് രക്ഷിക്കാൻ പോലും കഴിയാതെ നിസ്സഹായനായി നിൽക്കുന്നവന്റെ മനസ്സിലുള്ള വേദന, ആ വേദന ഞാൻ അനുഭവിച്ച പോലെ നീയും ഇപ്പം അനുഭവിക്കണം. എന്റെ മുന്നിലോട്ട് വേണം. ഇനി എന്റെ മുന്നിൽ നീ മാത്രമേ ഉള്ളൂ. നമുക്ക് കാണാം. ഭായ്, അവനിവിടെ വന്നിട്ടുണ്ടാവും. ഞാൻ ഇവിടെ തന്നെ ഉണ്ടണ്ണാ. അവനെ കണ്ടെന്ന് പറഞ്ഞത് ഇവനാണ്, അതുകൊണ്ടാ വരാൻ പറഞ്ഞത്. പോയി അവനിവിടെ എങ്ങാനും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വാ. ഇന്നാ ഇത് വെച്ചോ. നീ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇറങ്ങി വേണം. എവിടെ ഇവൻ? ഈ നിൽക്കുന്നവൾക്ക് വേണ്ടിയല്ലേ എന്റെ പൊന്നനിയനെ ഞാനൊന്ന് കൊന്നുകളയാൻ വരെ തീരുമാനിച്ചത്. അകത്ത് നിൽക്കുന്നവന്മാരല്ലേ, ഇറങ്ങിപ്പോടാ. എല്ലാവരും കൂടുതൽ അവരും പോയിണ്ടല്ലോ ഭായ്. അവൻ ഇവിടെ എങ്ങാനും ഉണ്ടോ നിങ്ങൾ പോയി നോക്ക. എവിടെ ഉണ്ടെങ്കിലും ഇറങ്ങി വാടാ. അന്ന് നീ സ്നേഹിച്ച പെണ്ണിനെ ഞാൻ കൊന്നു കളഞ്ഞില്ലേ? ഇപ്പൊ നീ ഇവിടെ വന്നില്ലെങ്കിൽ ഇവളെയും കൊല്ലും ഞാൻ. ധൈര്യം ഉണ്ടെങ്കിൽ വാടാ. എവിടാ? റാം, അവനിവിടെ എങ്ങാനും ഉണ്ടാവും, നോക്ക്. റാം അല്ല ഭായ്, സത്യ. നെക്സ്റ്റ് ടാർഗറ്റ് നിങ്ങളായിരിക്കും. നീയാണല്ലേ അപ്പൊ സത്യ? മാറിയതിന്റെ മുഖം മാത്രമേ ഉള്ളൂ, പക മാറിയിട്ടില്ലടാ. റോങ് ടൈമില് നമ്മൾ തമ്മിൽ കണ്ടേന്ന് അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? അത് നീ കേട്ടില്ല. എന്റെ ദൈവത്തെ കൊന്ന് നീ വലിയൊരു തെറ്റ് ചെയ്തു. എന്റെ ജീവൻ തിരിച്ചു നൽകിക്കൊണ്ട് ദൈവം നിന്നോട് വലിയൊരു തെറ്റ് ചെയ്തു. നിനക്കിപ്പോ ജീവിക്കണമെന്ന് ആഗ്രഹം തോന്നുന്നുണ്ടല്ലേ? നിന്റെ തല താഴേക്ക് വീണ് ചിന്നിച്ചിതറുന്നതിന് മുൻപ് നിനക്ക് നിന്റെ ജീവനോട് കൊതി തോന്നുന്നുണ്ടെങ്കിൽ മരണം നിന്നിലേക്ക് ഇഞ്ചിഞ്ചായി അടുക്കുമ്പോൾ നീ മനസ്സിലാക്കും അതെത്ര ഭയാനകമാണെന്ന്. ചാവുന്നതിന് മുൻപുള്ള നിന്റെ അവസാന ശ്വാസം അതെന്റെ കയ്യിലാടാ. ഹാപ്പി ജേർണി.
ഐ എം സോറി. ഞാൻ എൻ്റെ സോറി എന്തിനാ? നോ, ഞാനല്ലേ താങ്ക്സ് പറയേണ്ടത്. യു സേവ് മൈ ലൈഫ്. നീ വന്നില്ലായിരുന്നെങ്കിൽ താങ്ക്സ്. താങ്ക് യു. ബൈ. What next? സാറേ എന്തെങ്കിലും താ സാറേ, ആഹാരം കഴിച്ചിട്ട് 2 ദിവസമായി സാറേ.